നമസ്കാരം. ദേശീയം സാർവദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കലാപങ്ങൾ നടത്തിയും കോർപ്പറേറ്റുകളുടെ പണമൊഴുക്കിയും മുഖ്യധാരാ മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങിയും മാത്രം ഭൂരിപക്ഷം ഉണ്ടാക്കാനാവില്ല. കാരണം ഇത് ഇന്ത്യയാണ്. ഇന്ത്യ എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും പഠിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പ് ഫലം നരേന്ദ്രമോദിക്ക് മാത്രമല്ല, രാജാവിനേക്കാൾ വലിയ രാജഭക്തരായ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും വലിയ പാഠമാണ്. कोई गलती ना हो जाए। दूसरा, मेरे मन में भाव रहता है पहले जब तक माँ जिंदा थी मुझे लगता था कि शायद बायोलॉजिकली मुझे जन्म दिया गया है। माँ के जाने के बाद मैं कन्विंस हो चुका कि परमात्मा ने मुझे भेजा है। ये ऊर्जा बायोलॉजिकल शरीर से नहीं मिली। നാനൂറ് സീറ്റുകളുമായി വൻ വിജയം, പിന്നെ സമ്പൂർണ്ണ ഹിന്ദുത്വ ഏകാധിപത്യം. 2025 RSSന്റെ 100ാം വാർഷികമാണ്. അന്ന് ഭരണഘടന ഭേദഗതി ചെയ്ത് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക. ഇതെല്ലാമായിരുന്നു സംഘപരിവാറിൻ്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും. ഇതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമായി. NDAയുടെ പരാജയതുല്യമായ വിജയത്തിന് ശേഷം മോദി BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. മാസങ്ങൾക്ക് ശേഷം വർഗീയത പറയാതെ മോദി അങ്ങനെ ഒരു പ്രസംഗം നടത്തി. मेरी मां के जाने के बाद ये मेरा पहला चुनाव था, लेकिन सच मानिए देश की कोटि कोटि माताओं, बहनों, बेटियों ने मां की कमी मुझे खलने नहीं दी। मैं पूरे देश में जहां जहां भी गया, माताओं, बहनों, बेटियों ने अभूतपूर्व स्नेह और आशीर्वाद दिया। ഇതെല്ലാം കുറച്ച് പഴയ ദൃശ്യങ്ങളാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം. അന്നത്തെ മോദിയുടെ വരവ് ഇങ്ങനെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തനിച്ച് ഭൂരിപക്ഷമില്ല. മതേതര പാർട്ടികളുടെ പിന്തുണ അനിവാര്യമാണ്. ഇത്തവണ മോദിയുടെ കയ്യിൽ ചെങ്കോലല്ല, ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണെന്ന് ഉറക്കെ പറയുന്ന നമ്മുടെ ഭരണഘടന. ഭാരത് മാതാ കി വന്ദേ 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 വന്ദേ. NDAയിലെ കക്ഷിനില ഇങ്ങനെയാണ്. BJP 240, TDP 16, ജനതാദൾ യുണൈറ്റഡ് 12, മറ്റുള്ളവർ 25. ലെ ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണകാലം. ആ കാലത്ത് നരേന്ദ്രമോദിയുടെ മുഖ്യശത്രുവായിരുന്നു ചന്ദ്രബാബു നായിഡു. അന്ന് ആന്ധ്രയിലെത്തിയ പ്രധാനമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ: ആരാണ് ഈ ചന്ദ്രബാബു നായിഡു? ഇദ്ദേഹം അമ്മായിയപ്പനായ NT രാമറാവുവിനെ വഞ്ചിച്ച ആളാണ്. അന്ന് ചന്ദ്രബാബു നായിഡു മോദിക്ക് ഇങ്ങനെ മറുപടി നൽകി:
സ്വന്തം കുടുംബത്തെയും രാഷ്ട്രീയ ഗുരുവിനെയും വഞ്ചിച്ച ആളാണ് നരേന്ദ്രമോദി. ആ മോദിയിൽ നിന്ന് പുതിയ പാഠങ്ങളൊന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും നരേന്ദ്രമോദിയും ചന്ദ്രബാബു നായിഡുവും ഇപ്പോൾ കെട്ടിപ്പുണരുകയാണ് അധികാരത്തിന്റെ അപ്പകർഷണത്തിന് വേണ്ടി. ശക്തമായ ഉപാധികളോടെയാണ് TDPയുടെ പിന്തുണ. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകണം എന്നതാണ് ഒരു പ്രധാന ആവശ്യം. നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് മോദിക്ക് നായിഡുവിന് മുന്നിൽ പലതവണ സാഷ്ടാംഗ പ്രണാമം നടത്തേണ്ടി വരും. For the 3 months, Honorable PM never took any rest. Day and night, he had campaigned, same zeal. He started and ended same spirit. In Andhra Pradesh, we had 3 meetings, public meetings, 1 big rally. It had made a huge difference for winning the elections in Andhra Pradesh. നിതീഷ് കുമാർ പഴയ സോഷ്യലിസ്റ്റുകാരനാണ്. അധികാരത്തിന് വേണ്ടി എന്ത് വേഷവും കെട്ടും. ഇടയ്ക്ക് മോദിയുടെ ഉറ്റമിത്രം, ഇടയ്ക്ക് മോദിയുടെ ഏറ്റവും വലിയ ശത്രു. ഒന്നിനെപ്പോലെ ഇടയ്ക്കിടെ നിറം മാറിയ നിതീഷ് കുമാർ 8 തവണയാണ് ബീഹാർ മുഖ്യമന്ത്രിയായത്. മോദി നിതീഷ് കുമാർ അധികാര കൂട്ടുകെട്ട് ഒട്ടും ശാശ്വതമല്ല. मैं आपका अभिनंदन करता हूं और आपके नेतृत्व में सब लोग काम करेंगे, सब लोग चलेंगे इन्हीं शब्दों के साथ। और आप सब लोग इतना खुशी हैं, सब पार्टी के लोग, मैं उनका भी अभिनंदन करता हूं और यही कहूंगा कि हम सब लोग इनके साथ रहेंगे और एक साथ होकर के जो कुछ भी करेंगे इनकी बात को मानते हुए हम लोग आगे चलेंगे। इन्हीं शब्दों के साथ बहुत बहुत धन्यवाद। തനിച്ച് ഭൂരിപക്ഷത്തിൽ കുറഞ്ഞതൊന്നും BJP ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. കണക്കൂട്ടലുകൾ തെറ്റിച്ചത് മുഖ്യമായും UP-യാണ്. UP-യിൽ നായകനായി മാറിയത് അഖിലേഷ് യാദവാണ്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് നരേന്ദ്രമോദി. അയോധ്യയിൽ രാഷ്ട്രീയ രാമനെ മോദി പ്രതിഷ്ഠിച്ചപ്പോൾ അയോധ്യ നിവാസികൾ ചുറ്റും കൂടി കൈയടിച്ചു. आज हमारे राम आ गए हैं। എന്നാൽ അയോധ്യക്കാർ മോദിയെ ശിക്ഷിച്ചിരിക്കുന്നു. മോദിയുടെ വിശ്വസൻ ലല്ലു സിംഗ് ആയിരുന്നു അയോധ്യയിലെ സ്ഥാനാർത്ഥി. ലല്ലു സിംഗിനെ സമാജ്വാദി പാർട്ടിയിലെ അവധേഷ് പ്രസാദ് 54,567 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. സംഘപരിവാറിന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നൽകിയത് അവധേഷ് പ്രസാദ് എന്ന ദളിതനാണ്. അയോധ്യയുടെ പേരും പറഞ്ഞ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും BJP ഭിന്നിപ്പിച്ചു. എന്നാൽ ക്ഷേത്രനഗരി കെട്ടിപ്പടുക്കാനായി കുറേയേറെ ഭൂമി ഏറ്റെടുത്തു. ആ ഭൂമിയിലെ സിംഹഭാഗവും മോദിയും അമിത്ഷായും ആദിത്യനാഥും നൽകിയത് കോർപ്പറേറ്റുകൾക്കാണ്. അയോധ്യയിലെ പാവപ്പെട്ടവർക്ക് ഒന്നും ലഭിച്ചില്ല. ഭൂമി നൽകിയവരുടെയെല്ലാം ജീവിതം വഴിയാധാരമായി. ഇവരുടെ പ്രതിഷേധമാണ് BJP വിരുദ്ധ തരംഗമായി മാറിയത്. यहाँ पर कम से कम अयोध्या में करोड़ों की मस्जिद है, लेकिन सब सड़क में चला जा रहा है। लेकिन सरकार को ये ध्यान में रखना चाहिए, थोड़ी सी सरकार में भी गलती होती है। अब हमारा मकान कम से कम ऐसा बनवाने में, यहाँ से वहाँ तक बनवाने में 60-70 लाख की लागत इस समय लगेगा, 60-70 लाख।
लेकिन सरकार ने जिसका मकान तोड़ा है, हमको सरकार ने ज़मीन भी दिया और पैसा भी दिया, लेकिन पैसा हमको उतना नहीं मिला कि जितना हम अपने परिवार को जिला सकें और अपने मकान को परवरिश कर सकें। ഗുസ്തി താരങ്ങൾ നീതിക്ക് വേണ്ടി ദില്ലിയിലെ തെരുവുകളിൽ സമരം ചെയ്തു. അന്ന് തിരിഞ്ഞു നോക്കാത്ത ഒരു വനിതാക്ഷേമ മന്ത്രിയുണ്ട്. പേര് സ്മൃതി ഇറാനി. അമേഠിക്കാർ സ്മൃതി ഇറാനിയെ ഒരു പാഠം പഠിപ്പിച്ചു. പരാജയപ്പെട്ടത് 1,67,196 വോട്ടുകൾക്ക്. കർഷക സമരം രാജ്യത്തെ പിടിച്ചുകുലുക്കിയ കാലം. കർഷകരെ വാഹനം പിടിച്ചു കൊന്ന ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, അജയ് മിശ്ര. ഖേരി മണ്ഡലത്തിൽ അജയ് മിശ്ര 34,000 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे। മോദിയുടെ മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾക്ക് തുടക്കമിട്ട മണ്ഡലമാണ് രാജസ്ഥാനിലെ ബാൻസ്വാര. ഇവിടെ BJP സ്ഥാനാർത്ഥി മഹേന്ദ്ര സിംഗ് മാളവിയ പരാജയപ്പെട്ടത് 2,47,054 വോട്ടുകൾക്ക്. മണിപ്പൂരിലെ കലാപം പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല. മെയ്തി വിഭാഗവും കുക്കി വിഭാഗവും ഇപ്പോഴും ഏറ്റുമുട്ടുകയാണ്. പക്ഷേ ഇരു കൂട്ടരും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു: BJPയെ പരാജയപ്പെടുത്തണം. മണിപ്പൂരിലെ 2 മണ്ഡലങ്ങളിലും BJP ദയനീയമായി പരാജയപ്പെട്ടു. ഇന്ത്യ സഖ്യത്തിലെ പല ഘടകകക്ഷികളും പണ്ട് അധികാരത്തിനു വേണ്ടി BJPയുമായി കൈകോർത്തവരാണ്. DMKയും തൃണമൂൽ കോൺഗ്രസും AB വാജ്പേയി സർക്കാരിൽ പങ്കാളികളായിരുന്നു. എന്നാൽ പഴയതുപോലെ മോദിയുമായി കൈകോർക്കാൻ ഇവർക്കാവില്ല. കാരണം രാജ്യത്തെ രാഷ്ട്രീയക്കാറ്റ് മോദിക്ക് എതിരാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും വലിയ നേട്ടമാണോ? ഇതെല്ലാം രാഹുൽ ഗാന്ധിയുടെ വൻ വിജയമാണ് എന്നാണ് കോൺഗ്രസ്സുകാരെല്ലാം പറഞ്ഞു നടക്കുന്നത്. അല്ല എന്നതാണ് യാഥാർത്ഥ്യം. കണക്കുകൾ നോക്കാം. ബഹുഭൂരിഭാഗം സീറ്റുകളിലും കോൺഗ്രസ് ജയിച്ചു കയറിയത് സഖ്യകക്ഷികളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്. 2019 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കോൺഗ്രസ് കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടവനാണ് നേതാവ്. എന്നാൽ അന്ന് പരാജയത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. കുറേക്കാലം സോണിയാഗാന്ധി താൽക്കാലിക അധ്യക്ഷയായി. പിന്നീട് തെരഞ്ഞെടുപ്പിലൂടെ മല്ലികാർജുൻ ഖാർഗെ അധ്യക്ഷനായി. രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തി. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയും പ്രചാരണവുമാണോ ഇന്ത്യ സഖ്യത്തിന് നേട്ടമുണ്ടാക്കിയത്? തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകും. മറ്റ് മതേതര പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാതെ കോൺഗ്രസ് സ്വന്തം നിലയിൽ 173 സീറ്റുകളിൽ മത്സരിച്ചു. കോൺഗ്രസിന് ജയിക്കാനായത് വെറും 26 സീറ്റുകളിൽ മാത്രം. കോൺഗ്രസ് തനിച്ച് മത്സരിച്ച തെലങ്കാനയിൽ 8ഉം കർണാടകത്തിൽ 9 സീറ്റുകളിൽ മാത്രമാണ് ജയിച്ചത്. UPയിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും കേരളത്തിലുമെല്ലാം കോൺഗ്രസിന് സീറ്റുകൾ ലഭിച്ചത് സഖ്യങ്ങളുടെ പിൻബലത്തിലാണ്. പഴയ സ്വാധീന മേഖലകളിൽ ശക്തി തിരിച്ചെടുക്കാൻ ഇതുവരെ കോൺഗ്രസിനായിട്ടില്ല. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനായി വെള്ളി ഇഷ്ടികകൾ അയച്ച കമൽനാഥിന്റെ തട്ടകമായ മധ്യപ്രദേശിൽ ഒരു സീറ്റിൽ പോലും കോൺഗ്രസിന് ജയിക്കാനായില്ല. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്ത വിക്രമാദിത്യ സിംഗിന്റെ തട്ടകമായ ഹിമാചൽ പ്രദേശിലും കോൺഗ്രസിന് സീറ്റൊന്നും ലഭിച്ചില്ല. BJPയെ ആശയപരമായി നേരിട്ടാൽ മാത്രമേ കോൺഗ്രസിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരിച്ചുവരാൻ സാധിക്കൂ. അതിന് പദയാത്രകൾ മാത്രം പോരാ, ശക്തമായ പ്രക്ഷോഭങ്ങളും വേണം. നിയമനിർമ്മാണ സഭകളിലെ അംഗബലം കൊണ്ട് മാത്രം ഇടതുപക്ഷ പാർട്ടികളെ വിലയിരുത്താനാകില്ല. ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ച വിഷയങ്ങളും അവർ നടത്തിയ സമരങ്ങളുമാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് അജണ്ടയായി ജനങ്ങളുടെ മുന്നിലെത്തിയത്. ജനകീയ പ്രശ്നങ്ങളായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്.
ഇടതുപക്ഷത്തിൻ്റെ ലോക്സഭയിൽ അംഗബലം 8 മാത്രം. പക്ഷേ ഇടതുപക്ഷം നടത്തിയ ആശയപോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ നട്ടെല്ലൊടിച്ചത്. 2018 മാർച്ച് 12 മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ആരംഭിച്ച ലോങ് മാർച്ചാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റിമറിച്ചത്. കർഷക സമരങ്ങൾ രാഷ്ട്രീയ മാറ്റമുണ്ടാക്കിയ സംസ്ഥാനങ്ങൾ നോക്കാം. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹരിയാന, UP ഇവിടെയെല്ലാം ഇന്ത്യ സഖ്യം വൻ വിജയം നേടി. കിസാൻ സഭാ നേതാവ് അമ്രാറാം രാജസ്ഥാനിലെ സിക്കറിൽ നിന്ന് 72,896 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏക കർഷക നേതാവ് അമ്രാറാമാണ്. സംഘപരിവാർ വർഗീയ സംഘർഷങ്ങൾ ആസൂത്രണം ചെയ്തപ്പോൾ നഗരങ്ങളും ഗ്രാമങ്ങളും അശാന്തമായി. വർഗീയതയ്ക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയത് ഇടതുപക്ഷമാണ്. മോദി സർക്കാർ കലാലയങ്ങളെ കാവുവൽക്കരിച്ചു. ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയത് SFI ആയിരുന്നു. ഇലക്ട്രൽ ബോണ്ട് കേസിൽ മോദി സർക്കാരിനെതിരെ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പുറപ്പെടുവിച്ച വിധിയാണ് മോദിക്ക് കനത്ത തിരിച്ചടിയായത്. രാജ്യചരിത്രത്തിൽ ഏറ്റവും വലിയ അഴിമതി കഥകൾ ഓരോന്നായി പുറത്തുവന്നു. ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്തിയത്. ഇതിനെ തുടർന്ന് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കി. രാഷ്ട്രീയമായും നിയമപരമായും ഇടതുപക്ഷം നടത്തിയ പോരാട്ടങ്ങളാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ നട്ടെല്ല് തകർത്തത്. ലോക്സഭയിലെ അംഗബലത്തിലുമുപരി ഇടതുപക്ഷം നടത്തുന്ന ആശയ പോരാട്ടങ്ങൾ തന്നെയായിരിക്കും ഇനി ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുക. ഒരു കാലത്ത് രാജ്യത്തെ ദളിതരുടെ മുഖമായിരുന്നു മായാവതി. മായാവതിയുടെ അവസരവാദ രാഷ്ട്രീയം BSP എന്ന പാർട്ടിയുടെ നട്ടെല്ല് തകർത്തിരിക്കുന്നു. മായാവതിക്ക് മാത്രമല്ല, ഒട്ടേറെ അവസരവാദികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടിയേറ്റു. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും മങ്ങിപ്പോയ ഒരു പാർട്ടിയുണ്ട്, BSP. അപ്രസക്തയായ രാഷ്ട്രീയ നേതാവട്ടെ മായാവതിയും. 90കളുടെ തുടക്കത്തിൽ UP രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന മായാവതി വളരെ പെട്ടെന്ന് UP രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും എഴുതിത്തള്ളാനാകാത്ത സാന്നിധ്യമായി. ദളിതരുടെ വിമോചകയായി. എന്നാൽ മായാവതി BJPയുടെ വർഗീയ രാഷ്ട്രീയവുമായി സന്ധി ചേർന്നു. ഒപ്പം കോർപ്പറേറ്റ് രാഷ്ട്രീയത്തെയും പുലുകി. അധികാരത്തിൻ്റെ ശ്രേണികൾ കീഴടക്കിയപ്പോൾ തന്നെ മായാവതിയുടെ ആസ്തിയും കുതിച്ചുയർന്നു. രാജ്യത്തെ ഏറ്റവും സമ്പന്നയായ നേതാക്കളിൽ ഒരാളായി മാറി. മായാവതി എന്ന നേതാവിൻ്റെ ദയനീയമായ പതനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. UPയിലെ 80 സീറ്റുകളിലെ ഒരെണ്ണം പോലും BSPക്ക് ലഭിച്ചില്ല. ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാമെന്ന് BJPയുമായി മായാവതി രഹസ്യ ധാരണയുണ്ടാക്കി. മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ച് 16 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളെ BSP വിജയിപ്പിച്ചു. എന്നാൽ ദളിത് വോട്ടുകൾ മായാവതിയിൽ നിന്ന് അകന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, UP രാഷ്ട്രീയത്തിൽ പോലും മായാവതിക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാണ്. ഒഡീഷയിൽ BJPയെ എതിർക്കും, ദില്ലിയിൽ മോഡിയെ പിന്തുണയ്ക്കും. ഇതായിരുന്നു 25 വർഷക്കാലം ഒഡീഷ ഭരിച്ച നവീൻ പട്നായിക്കിന്റെ നിലപാട്. ഒടുവിൽ BJP ഒഡീഷയിൽ ഭരണം പിടിച്ചു. നവീൻ പട്നായിക്കിന് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണ്. BJPയുമായി അവസരോചിതമായി കൈകോർത്ത BRS നേതാവ് ചന്ദ്രശേഖര റാവു തെലങ്കാന രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി. മകൾ കവിത ഇപ്പോഴും ജയിലിലാണ്.
ആന്ധ്രാപ്രദേശിൽ ഭരണം നഷ്ടപ്പെട്ട YSRCP നേതാവ് ജഗൻമോഹൻ റെഡ്ഡി ഇനി കൈക്കൊള്ളുന്ന നിലപാടുകൾ നിർണായകമാണ്. മതേതര പാർട്ടികൾ വർഗീയതയുമായി കൈകോർത്താൽ ആ പാർട്ടികൾ കാലക്രമത്തിൽ ഉന്മൂലനം ചെയ്യപ്പെടുമെന്നതാണ് ഇന്ത്യയുടെ ചരിത്രം. പ്രശസ്ത ബോളിവുഡ് നടി കങ്കണ റാവത്ത് ഹിമാചൽ പ്രദേശിലെ മണ്ഡി മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ കങ്കണയ്ക്ക് കർണക്കുറ്റിക്ക് നല്ലൊരു അടി കിട്ടി. കങ്കണയെ അടിച്ചത് ഒരു കർഷകന്റെ പുത്രിയായിരുന്നു. ആരും ആരെയും അടിക്കരുത്, മർദ്ദിക്കുന്നത് ഒന്നിനും പരിഹാരമല്ല. പക്ഷേ ഈ അടിയിൽ നിന്ന് കങ്കണ ചില വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.